70-ാം സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വചനം. നിന്നെ അന്വേഷിക്കുന്നവരൊക്കെയും നിന്നിൽ ആനന്ദിച്ച് സന്തോഷിക്കട്ടെ. എല്ലാ മനുഷ്യ മനസ്സുകളും കൊതിക്കുന്നൊരു കാര്യമാണ് സന്തോഷകരമായ ഒരു ജീവിതം. സന്തോഷത്തോടെ ജീവിക്കാൻ കൊതിക്കുന്ന പലരുടെയും ജീവിതത്തിൽ തീരാത്ത ദുഃഖങ്ങൾ തളം കെട്ടിക്കിടക്കുകയാണ്. ജീവിതം നിരാശയുടെ മേഖലയിൽ എത്തിയിട്ട് ഇനി എങ്ങനെ വിജയിക്കുമെന്നൊരു ചോദ്യം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ ആ ചോദ്യത്തിന് ഉത്തരം പരിശുദ്ധാത്മാവ് തരികയാണ്. നിന്നെ അന്വേഷിക്കുന്നവരൊക്കെയും ആരെ? ദൈവത്തെ അന്വേഷിക്കുന്നവരൊക്കെയും. സങ്കീർത്തനത്തിൽ വാക്യമുണ്ട്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുകയാണ്. വഹിക്കുവാൻ കഴിയാത്ത പ്രതിസന്ധികൾ മുമ്പിൽ വരുമ്പോ ആര് ദൈവത്തെ അന്വേഷിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നോ അവന് ദൈവത്തിൽ ആനന്ദിച്ച് സന്തോഷിക്കാനുള്ള വഴിയുണ്ടാകും. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ കാലയളവിൽ പള്ളിപ്രമാണിയായ യായിറോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ചരിത്രം സുവിശേഷങ്ങൾക്കകത്ത് വെളിപ്പെട്ട് കിടപ്പുണ്ട്. തന്റെ കുഞ്ഞുമകൾ അത്യാസന്ന നിലയിൽ കിടക്കുമ്പോൾ ദൈവത്തെ അന്വേഷിച്ച് അവൻ ഇറങ്ങിത്തിരിക്കുകയാണ്. കർത്തന്റെ കാൽക്കൽ ചെന്ന് വീണിട്ട് അവൻ പറയുകയാണ്, എന്റെ മകൾ അത്യാസന്ന നിലയിലാണ്, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് അവിടെ മേൽ വന്ന് കൈവെക്കണം. അപേക്ഷിച്ചവന്റെ കൂടെ കർത്താവ് പോയി. ആ കുഞ്ഞിനെ അത്ഭുതകരമായി കർത്താവ് സൗഖ്യമാക്കി. ആ വീട്ടിൽ ഇന്നലകളിൽ വെളിപ്പെട്ട വിലാപങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ക്രിസ്തു എന്ന രക്ഷിതാവ് ആ വീട്ടിൽ ചെന്നതുകൊണ്ട് ആ വീട്ടിൽ ആനന്ദം പൊട്ടിപ്പുറപ്പെട്ടു. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും മുമ്പിൽ വരുമ്പോൾ പ്രാർത്ഥിക്കുന്നവരോട് ഞാൻ പറയാം, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ചു വായിച്ചു നോക്കണം. ദൈവത്തെ അന്വേഷിച്ചിറങ്ങിത്തിരിക്കണം. അവിടെയാണ് ജീവിതത്തിൽ ആനന്ദിക്കാനുള്ള വകയുണ്ടാകുന്നത്. എല്ലാ മനുഷ്യരും ഒന്നിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, എന്ന് ദൈവത്തെ അന്വേഷിക്കാൻ ഇറങ്ങിയോ അന്ന് തൊട്ട് എന്റെ ജീവിതത്തിൽ പരാജയങ്ങൾ മാറി ആനന്ദം വെളിപ്പെടുവാൻ തുടങ്ങി. ഈ ദിവസങ്ങളിൽ ദൈവത്തിൽ നിന്നുള്ള ആനന്ദവും സന്തോഷവും കൊണ്ട് നമുക്ക് നിറഞ്ഞ് ദൈവത്തെ സേവിക്കാം. കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങേ അന്വേഷിക്കേണ്ട പോലെ അന്വേഷിക്കുവാൻ സ്തോത്രം. അങ്ങയിൽ നിന്നുള്ള സന്തോഷവും സമാധാനവും കൊണ്ട് സംതൃപ്തികരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നിന്റെ മക്കൾക്ക് കൃപ ചെയ്യണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവത്തെ അന്വേഷിക്കുന്നതിന് നിശ്ചയമായും ആനന്ദിക്കും, സന്തോഷിക്കും. ഗോഡ് ബ്ലെസ് യു.